അസ്സലാമലൈക്കും. ഞാൻ അനേക വർഷങ്ങളായി നമസ്കരിക്കുന്നു. എനിക്ക് നമസ്കാരത്തിൽ ഭയഭക്തി ലഭിക്കുന്നില്ല. നമസ്കാരത്തിൽ ഒരു ഏകാഗ്രത ലഭിക്കുന്നില്ല. നമസ്കാരത്തിൽ പല ചിന്തകളും കടന്നു വരുന്നു. ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ ഉത്തരം തേടുന്ന ഒരു ചോദ്യമാണിത്. അള്ളാഹുവിന്റെ മുന്നിൽ ഒരു അടിമ നമസ്കരിക്കാൻ നിന്നാൽ പിശാച് വിവിധ രീതികളിലൂടെയും മാർഗങ്ങളിലൂടെയും ദുർമന്ത്രണം നടത്തുകയും അതുവഴി പ്രതിഫലം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ പിശാച് ഹൃദയത്തിൽ ദുർമന്ത്രണം തുടങ്ങുന്നു. അവന്റെ ചിന്തകളെ മാറ്റിമറിക്കുന്നു. ചിലപ്പോൾ ഭൗതികാസ്വദനങ്ങളെക്കുറിച്ചും വിനോദങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണർത്തി അവനെ കുഴപ്പത്തിലാക്കുന്നു. മറ്റു ചിലപ്പോഴോ സ്വന്തം അവസ്ഥയെയും ദുനിയാവിനെയും കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ചിലപ്പോൾ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെക്കുറിച്ച് ആലോചനയിൽ വാഴ്ത്തുന്നു. മറ്റു ചിലപ്പോഴോ നമസ്കാരത്തിൽ എത്ര റക്അത്ത് കഴിഞ്ഞുവെന്നതിനെ സംബന്ധിച്ച് സംശയം ജനിപ്പിക്കുന്നു. പിശാച് നമസ്കരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ചില ദുർബോധനങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കും. ഇന്നത് ചിന്തിക്കൂ, ഇന്നത് ഓർമ്മിപ്പിക്കൂ എന്നിങ്ങനെ. നമസ്കരിക്കുന്നവൻ അന്നേരം ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും പിശാച് ഓർമ്മപ്പെടുത്തുന്നത്. അവസാനം താൻ എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന് പോലും മനുഷ്യന് ഓർമ്മയില്ലാത്ത വിധം അവന്റെ മനസ്സിന്റെ ഇടയിൽ അവൻ എന്ത് ചെയ്യും? മറയിടുകയാണ് ചെയ്യുന്നത്. നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതുവഴി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിസ്കരിക്കുമ്പോൾ പലവിധ ചിന്തകളിൽ നിന്ന് നിങ്ങളെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുകയാണെന്ന ബോധത്തോടെയും ചിന്തയോടെയുമാണ് നമസ്കരിക്കേണ്ടത്. നമുക്ക് അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ലെങ്കിലും അവൻ നമ്മെ കാണുന്നുണ്ടെന്ന് ചിന്തിക്കുക. താൻ നിർവഹിക്കുന്ന നമസ്കാരം തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതുക. ഇനി ഒരു കൂടിക്കാഴ്ച സാധ്യമില്ലെന്നും കരുതുക. നമ്മൾ നമ്മുടെ ആത്മസുഹൃത്തിനെ വിട പറയുന്നവന്റെ മനോവികാരത്തോടെ നമസ്കാരത്തെ സമീപിക്കുക. എങ്കിൽ ആത്മാർത്ഥതയോടെയും ഭയഭക്തിയോടെയും നിസ്കാരം നിർവഹിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് പിരിയുന്ന ഒരാളുടെ നമസ്കാരം പോലെ നീ നമസ്കരിക്കുക. അതായത് നീ അള്ളാഹുവിനെ കാണുന്ന രൂപത്തിൽ, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ നീ നിസ്കരിക്കുകയാണെങ്കിൽ നിന്റെ നമസ്കാരം നിന്റെ മനസ്സ് എവിടേക്കും പോകില്ല. നിസ്കാരം കഴിയുന്നത് വരെ നിന്റെ മനസ്സ് ഇഖ്ലാസോടുകൂടി നിസ്കരിക്കാൻ നിനക്ക് കഴിയുന്നതാണ്. ഇനിയും ഒരുപാട് അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.